ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നേക്കണത് ഇന്നലെ സോഷ്യൽ മീഡിയയിലെല്ലാം നിറഞ്ഞു നിന്നതായിരുന്നു ആസിഫ് അലിയുടെയും അതുപോലെ രമേശ് നാരായണൻ്റെയും കുറച്ച് വീഡിയോകളും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ MT വാസുദേവൻ നായരുടെ 9 കഥകളെ ആസ്പദമാക്കി ചെയ്യുന്ന ഒരു സിനിമയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് അതിലെ ക്രൂ മെമ്പേഴ്സിനെ എല്ലാം വിളിച്ചൊരു പ്രോഗ്രാം നടത്തുമായിരുന്നു. അപ്പോൾ വേദിയിലോട്ട് എല്ലാവരെയും വിളിച്ചു, രമേശ് നാരായണനെ മാത്രം വിളിച്ചില്ല. അതെന്തോ അവരുടെ ആ സംഘടനയിൽ വന്നൊരു വീഴ്ചയാണ്. അപ്പോൾ അത് തന്നെ MT വാസുദേവൻ നായരുടെ മകളെ വിളിച്ച് രമേശ് നായർ പറയുന്നുണ്ട്. അപ്പോൾ ഉടനെ അവർ വിളിച്ച് ഇരുത്തുന്നൊക്കെ ഉണ്ട്. പിന്നെയാണെങ്കിൽ അപ്പോൾ അയാൾ ദേഷ്യത്തിന് പുറത്താണോ എന്തോ അയാൾ ഇറങ്ങി പോകാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ MT വാസുദേവൻ നായരുടെ മോള് പറയുന്നുണ്ട്, അങ്ങനെ പിണങ്ങി പോവേണ്ട, ഈ ഒരു മൊമെൻറ്റോ വാങ്ങിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് ആസിഫ് അലിയോട് ഈ മൊമെൻറ്റോ കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. രമേശ് നാരായണന് ഈ മൊമെൻറ്റോ കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ ആ മൊമെൻറ്റോ കൊടുക്കുന്ന സമയത്ത് ഉള്ള ആ ഒരു വീഡിയോ നമുക്കൊന്ന് കാണാട്ടോ, ഒന്ന് കണ്ടിട്ട് വരാം, ഒന്ന് കണ്ടു നോക്കൂ. Sri, and I'm very, very honored to be a part of it. Thank you very much. Thank you, Anya ma'am. Thank you so much. Thanks to the entire cast and crew of Sherlock. അടുത്തതായി ചെറിയൊരു ക്ഷമാപണത്തോടുകൂടി തന്നെ സർ പ്ലീസ് ശ്രീ സന്തോഷ് സാറിന് തന്നെ ആസിഫ് അലിക്ക് ഒരു ചെറിയ സമ്മാനം നൽകുന്നതായിരിക്കും. ആസിഫ് ദയവ് ചെയ്ത് അദ്ദേഹത്തിന് ഒരു ചെറിയ പുരസ്കാരം നൽകിക്കൊണ്ട് ഒരു മെമന്റോ നൽകിക്കൊണ്ട് ഞങ്ങൾ ആദരിക്കുകയാണ്. ഇപ്പോഴാണ് സാധാരണ ഒരു മൊമെൻറ്റോ കൊടുക്കുന്ന സമയത്ത് ഒന്നില്ലെങ്കിൽ നമ്മൾ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കും, അല്ലെങ്കിൽ ഒന്ന് കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യും അല്ലേ. ഇപ്പോൾ ഇയാളാണെങ്കിൽ അതൊന്നും ചെയ്തില്ല. ആസിഫ് അലി എന്താ പറയുക, അപമാനിക്കുന്ന തരത്തിൽ പുറകിലുള്ള ജയരാജനെ വിളിച്ച് ജയരാജൻ്റെ അടുത്ത് നിന്ന് മൊമെൻറ്റോ വാങ്ങിക്കുന്ന പോലെ വാങ്ങിക്കുകയും അയാളെ കെട്ടിപ്പിടിക്കുകയും ഒക്കെയാണ് ഇയാൾ ചെയ്തിട്ടുണ്ടായിരുന്നത്, രമേശ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതെന്തായാലും ആസിഫ് അലിക്ക് ഭയങ്കര ഒരു വിഷമമായി തോന്നി. പിന്നെ അവിടെ നിന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ആസിഫ് അലി പതറുകയായിരുന്നു. എന്താണെങ്കിലും ആ ഒരു സമയത്ത് നമുക്കൊരു ഇതുണ്ടാവില്ല, അപമാനിക്കപ്പെട്ടു എന്നുള്ളൊരു ഇത്രയും വലിയൊരു വേദിയിൽ വെച്ച് ആസിഫ് അലി അത്രയും ആ ഒരു ഇതായിട്ടാണ് അപമാനിക്കപ്പെട്ടത്. അതെന്തായാലും ആസിഫ് അലിക്ക് ഭയങ്കര ഒരു ഇതായിപ്പോയി. പക്ഷേ ആസിഫ് അലി അതൊന്നും പുറത്ത് കാണിക്കാതെ ഒരു ചിരി ചിരിച്ച് ആ ഇരുന്ന സ്ഥലത്ത് തന്നെ പോയി ഇരിക്കുകയാണ് ആസിഫ് അലി ചെയ്തത്. അത് ആസിഫ് അലിയുടെ മാന്യത അല്ലേ. എന്ത് തന്നെയാണെങ്കിലും ഒരു വേദി, ഇത്രയും വലിയൊരു പൊതുവേദിയിൽ വെച്ചിട്ട് ഒരാൾ എങ്ങനെ ഇൻസൾട്ട് ചെയ്യുന്നത് എന്തായാലും നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് ഭയങ്കര ഒരു ഇതായി. നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഒരു ശത്രുവാണെങ്കിൽ പോലും നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുന്ന സമയത്ത് നമ്മൾ അവരുടെ അടുത്ത് അപമര്യാദയായിട്ട് ഒന്നും പെരുമാറരുത്. നമ്മൾക്ക് അവരോട് മിണ്ടാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ അവർ അപമാനിക്കാതിരിക്കുക. നമ്മൾ ആ ഒരു മൊമെൻറ്റ് തരുന്ന സമയത്ത് അത് വാങ്ങിക്കുക, അല്ലെങ്കിൽ ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുത്താൽ തീരാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇയാൾ ചെയ്തത് അതെല്ലാം വിപരീതമായിട്ടാണ് ഇയാൾ ചെയ്തത്. അതെന്തായാലും എനിക്കും കണ്ടപ്പോൾ ഭയങ്കര ഒരു വിഷമമായിട്ട് തോന്നി, ഭയങ്കര ഒരു ഫീലായിട്ട് തോന്നി, അത്രയും ഒരു ഇതായിട്ട് തോന്നി. സോഷ്യൽ മീഡിയ മൊത്തം രമേശ് നാരായണനെ കുറ്റപ്പെടുത്തുന്നുണ്ട് ഈ ഒരു ഇത് വെച്ചിട്ട്. അത് ആസിഫ് അലിയുടെ മാന്യതയാണ്, അദ്ദേഹം ഒന്നും പറയാതെ അവിടെ പോയിരുന്നത്, ഒരു വിഷമം പോലും ആ മുഖത്ത് കാണിക്കാതെ ആ ഒരു ചിരി ചിരിച്ചിട്ടാണ് ആസിഫ് അലി പോയത്. അപ്പോൾ ആ ഒരു പ്രതിസന്ധിയിൽ പതറാതെ അദ്ദേഹം ചെയ്ത ആ ഒരു ഇതുണ്ടല്ലോ, ഒരു ഇതും എന്താ പറയുക, അത് ആർക്കും ചെയ്യാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ് ആസിഫ് അലി ചെയ്തത്. അത് കാണുമ്പോൾ എന്താ പറയുക, ആസിഫ് അലിയോടുള്ള ആ ഒരു ബഹുമാനം കൂടി വരികയാണ്. ഇത്രയും വലിയൊരു മനുഷ്യൻ ഇങ്ങനെ ഇതായി പോയല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു പോകണം ഈ ഒരു നിമിഷം. എന്തായാലും ആസിഫ് അലിക്ക് അത് ഭയങ്കര വിഷമം ഉളവാക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. പക്ഷെ അദ്ദേഹം അതൊന്നും അവിടെ പ്രകടിപ്പിക്കാതെയാണ് അദ്ദേഹത്തിൻ്റെ സീറ്റിൽ പോയി ഇരുന്നത്. അപ്പം ഇതിനെക്കുറിച്ച് ന്യായീകരിച്ചിട്ട് രമേശ് നാരായണൻ വന്നിട്ടുണ്ട്. അപ്പോൾ അയാൾ എന്താ പറയുന്നതെന്ന് നമുക്കൊന്ന് കേട്ടിട്ട് വരാം കേട്ടോ, ഒന്ന് കേട്ട് നോക്കൂ. അതിൽ ജയരാജിയുടെ ക്രൂസാണ് എന്നെ വിളിക്കുന്നത്. അപ്പോൾ അതിൽ ഓരോ ഡയറക്ടേഴ്സിനെ വിളിക്കുമ്പോഴും മ്യൂസിക് കമ്പോസേഴ്സിനെ വിളിക്കുന്നുണ്ട്, അതിൽ മ്യൂസിക് കമ്പോസറിൻ്റെ പേര് വിളിക്കുന്നുണ്ട്, എല്ലാവരും അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം ജയരാജ് വിളിച്ചപ്പോൾ എൻ്റെ പേര് മിസ്സായിപ്പോയി. അതെങ്ങനെ മിസ്സായെന്ന് അറിയില്ല, മിസ്സായിപ്പോയി. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് നാച്ചുറലി നമുക്ക് ഒന്ന് ഫീൽ ആവുമല്ലോ, എല്ലാവരും സ്റ്റേജിലേക്ക് കയറുന്നു. അപ്പോൾ ഞാനും കയറണ്ടല്ലേ എന്നുള്ളൊരു ചിന്ത അവിടെ വന്നു. ഓക്കെ, ലീവ് ഇറ്റ്. ഇങ്ങനെ നമ്മൾ എത്രയോ അനുഭവിച്ചിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ. ഓക്കെ, പോട്ടെ, സാരമില്ലെന്ന് വെച്ചു. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു,
എനിക്ക് ട്രിവാൻഡ്രത്തേക്ക് വരണം, ഇന്ന് രാവിലെ വർക്കുണ്ട്, ട്രിവാൻഡ്രത്തേക്ക് എത്തണ്ട. അപ്പോൾ ഞാൻ അശ്വതിയുടെ അടുത്ത് പറഞ്ഞു ഞാൻ പോക്കോട്ടെ. അപ്പോൾ ഒരു കാര്യമുണ്ട്, തമാശ രൂപത്തിൽ പറഞ്ഞു, ജയരാജിയുടെ പടത്തിൽ ഞാനും കൂടെ ഉണ്ടായിരുന്നല്ലോ, ഞാനും കൂടെ വർക്ക് ചെയ്തതല്ലേ എന്ന് പറഞ്ഞപ്പോൾ അയ്യോ സാറിനെ വിളിച്ചില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, വിട്ടുപോയതാണെന്ന് തോന്നുന്നു. സാരമില്ല പോട്ടെ, സാരമില്ലെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അല്ലല്ല സാറിന് മൊമെൻറ്റോ തന്നേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാണ് ആസിഫ് അലി അവിടെ നിന്ന് വിളിക്കുന്നത്. അപ്പോഴേക്കും എന്തായാലും ആൾക്കാർ, ഞാൻ സ്റ്റേജിലല്ല ഉള്ളത്, നിങ്ങളത് മനസ്സിലാക്കണം. ഞാൻ സ്റ്റേജിലല്ല, സ്റ്റേജിലാണെങ്കിൽ എനിക്ക് ആര് വരുന്നു കാണാൻ പറ്റും. ഇത് നിറച്ച ആൾക്കാരുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നിന്ന് ആസിഫ് അലി ഓടി വരുന്നു. ആസിഫ് അലി എനിക്ക് മൊമെൻറ്റോ തരുന്നു, മൊമെൻറ്റോ ഞാൻ വാങ്ങിക്കുന്നു. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം വെച്ചാൽ ജയരാജ് ഇരിക്കുന്നുണ്ട്, ഇതിൻ്റെ ഡയറക്ടറും കൂടെ നിൽക്കുന്നത് നല്ലതല്ലെന്ന് വെച്ചാൽ അദ്ദേഹത്തെ വിളിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തെ വിളിച്ച സമയത്ത് ആസിഫ് അലി വിളിക്കുന്ന സമയത്ത് ആസിഫ് അലി തന്നിട്ട് ഡിസപ്പിയർ ആയി. അവിടെ തന്നിട്ട് ആസിഫ് അലിക്ക് തോന്നി കാണും ചിലപ്പോൾ ആസിഫ് അലി ഞാൻ മൈൻഡ് ചെയ്തു. അയാളുടെ ഭാഗം ക്ലിയർ ചെയ്യാൻ നോക്കുകയാണ്. അപ്പം പുള്ളിക്കാരൻ പുറത്തായിരുന്നു. അപ്പോൾ ജയരാജൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. എന്ത് തന്നെയാണെങ്കിലും ആസിഫ് അലി അവിടെ നിന്ന ആ സമയത്ത് ഇദ്ദേഹത്തിന് പറയായിരുന്നു, ഞാൻ ജയരാജൻ കൂടെ വന്നിട്ട് ഞാൻ ഈ മൊമെൻറ്റോ സ്വീകരിക്കാമെന്ന് ആസിഫ് അലിയോട് പറയായിരുന്നു. അദ്ദേഹം ഒരു സെലിബ്രിറ്റി ആണല്ലോ, അദ്ദേഹത്തെയും ഈ പൊതുവേദിയിൽ വെച്ചിട്ട് ഇങ്ങനെ അപമാനിക്കുന്നത് എന്തായാലും ഒരു നല്ലൊരു പ്രവണതയായിട്ട് തോന്നുന്നില്ല. അത് ഭയങ്കര ഒരു ഇതായിപ്പോയി. അപ്പോൾ അദ്ദേഹത്തിനോട് പറയുന്നത് ശരിയെന്ന് അദ്ദേഹം പോയി ഇരുന്ന സമയത്താണെങ്കിൽ കൂടി ജയരാജൻ വന്ന സമയത്ത് ആസിഫ് അലിയെ വിളിച്ചിട്ട് ആസിഫ് അലിയുടെ നിന്ന് രണ്ടുപേർക്കും വാങ്ങിക്കായിരുന്നു. പക്ഷെ അത് ഭയങ്കര ഒരു ഇതായിപ്പോയി. ഇപ്പോൾ എത്ര ഇയാൾ അദ്ദേഹത്തിൻ്റെ കാര്യം അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇത് ന്യായീകരിക്കാൻ ശ്രമിച്ചാലും അത് ആർക്കും അത് ശരിയായി തോന്നില്ല. അത്രയ്ക്കും ഇതായിട്ടാണ് ആ ഒരു വേദിയിൽ വെച്ചിട്ട് ആസിഫ് അലിക്ക് ഉണ്ടായത്. ഏത് പൊട്ടന്മാർക്കും അത് മനസ്സിലാവും. ആസിഫ് അലി അത്രയ്ക്ക് മാത്രം അപമാനിച്ച രീതിയിലാണ് അദ്ദേഹം ചെയ്തത് എന്ന് ആർക്കാണെങ്കിലും അത് മനസ്സിലാവും. എന്ത് തന്നെയാണെങ്കിലും ഇത് ഭയങ്കര ഒരു ഇൻസൾട്ടായിപ്പോയി. ഇതിപ്പോൾ നമുക്ക് കാണുന്നവർക്ക് തന്നെ വിഷമം തോന്നിക്കും. അപ്പോൾ ആ നിൽക്കുന്ന ആസിഫ് അലിക്ക് എത്രമാത്രം മനസ്സിൽ വിഷമം ഉണ്ടാവും. പക്ഷെ അദ്ദേഹം അതൊന്നും പുറത്ത് കാണിക്കാതെ ഒരു ചെറു പുഞ്ചിരിയോടെയാണ് അദ്ദേഹത്തിൻ്റെ ആ സീറ്റിൽ പോയിരുന്നത്. അത് അദ്ദേഹത്തിൻ്റെ മാന്യത അല്ലേ. എന്തുതന്നെയാണെങ്കിലും ഇത് രമേശ് നാരായണൻ എന്ത് ന്യായീകരണമായിട്ട് വന്നാലും ഇത് കാണുന്ന നമ്മൾക്കൊന്നും ഇത് അംഗീകരിക്കാൻ ഒരിക്കലും പറ്റില്ല. തരത്തിൽ പറയുകയാണെങ്കിൽ രമേശ് നാരായണൻ കുറ്റം പറയാൻ പറ്റില്ല. എന്താണെന്ന് ചോദിച്ചാൽ രമേശ് നാരായണൻ്റെ പേരും അവിടെ തെറ്റിയാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. സന്തോഷ് മാധവൻ എന്ന അങ്ങനെ എന്തോണ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഇത്രയും വലിയൊരു പ്രോഗ്രാം നടക്കുന്ന സമയത്ത് ഇങ്ങനെ തെറ്റി വിളിക്കുമ്പോൾ അതും ഒരാളെ ഇൻസൾട്ട് ചെയ്യണ പോലെയാണ് അല്ലേ. നമ്മളിപ്പോൾ അത്രയും വലിയ ആൾക്കാരാണ്. അപ്പോൾ അവരുടെയൊക്കെ ഒരു പേരൊക്കെ എഴുതി വെച്ചിട്ട് വേണം അതിനനുസരിച്ച് അവിടെ വിളിക്കാനും എല്ലാം ചെയ്യാനും ഒക്കെ. അപ്പോൾ അതിലും അവർക്ക് അവിടെ വീഴ്ച വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും രമേശ് നാരായണനെയും കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ അദ്ദേഹം ഇരിക്കുകയാണ്. അപ്പോഴാണ് അങ്ങനെ ഒരു ഇത് സംഭവിച്ചത്. എന്ത് തന്നെയാണെങ്കിലും ഇതൊക്കെ സംഭവിക്കുമ്പോൾ ചെറുപുഞ്ചിരിയോടുകൂടി നേരിടാൻ എന്തായാലും ആസിഫ് അലി അല്ലല്ലോ. ആസിഫ് അലിക്ക് അങ്ങനെ പറ്റുള്ളൂ. എന്തായാലും ആസിഫ് അലി കാണിച്ചത് അവിടെ വലിയൊരു കാര്യം തന്നെയാണ്. ഇത്രയും വലിയൊരു അപമാനം ഉണ്ടായിട്ടും അദ്ദേഹം അതൊന്നും വകവയ്ക്കാതെ അദ്ദേഹം അവിടെ പോയി ഇരിക്കുക. അത് ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ്. അതെന്തായാലും എത്ര പറഞ്ഞാലും അത് മതിയാവില്ല. ആ ഒരു തന്നെയാണ് ആസിഫ് അലി ആ ഒരു ഇത് ചെയ്തത്. എന്തായാലും ആസിഫ് അലി ചെയ്തത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അതിനൊരു ആസിഫ് അലിക്ക് ഒരു ബിഗ് സല്യൂട്ട്. ആരോടും ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ. ഇത്രയുള്ള എൻ്റെ വീഡിയോ. ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.